തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ യൂട്യൂബിയൻ പ്രതികരണ തൊഴിലാളികളും മാധ്യമ ധർമ്മക്കാരുമൊക്കെ ഉണ്ണിക്കണ്ണന് കോഴിമന്തി വിളമ്പിയ തീർത്തും ഉണ്ണാക്കനായിട്ടുള്ള ആ മതമന്തന് നാവാദരം നൽകിക്കൊണ്ട് ഡോളർ സമ്പാദനം നടത്തി കഴിഞ്ഞു. പോങ്ങൻ ഇത്തവണയും പതിവ് പോലെ വൈകി. എങ്കിലും ഈ പോങ്ങനും ഉണ്ടാവുമല്ലോ ചിലത് പറയാൻ, മറ്റാരും പറയാനിടയില്ലാത്ത ചിലത്. പക്ഷെ അത് പറയും മുന്നേ മറ്റത് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതിമത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ കോഴിമന്തി വിളമ്പിക്കൊണ്ട് മതമന്തനായിട്ടുള്ള ഒരു തീറ്റ കച്ചവടക്കാരൻ ഹിന്ദുക്കൾക്ക് വിഷു ആശംസ അർപ്പിച്ചത് വലിയ വിവാദമായി അല്ലേ? കൃഷ്ണ ഭഗവാന് അതുവഴി എന്തെങ്കിലും അപമാനമോ നിന്ദയോ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. കാരണം ഈ സംഭവത്തിന്റെ പേരിൽ പാൻഡിട്ട പന്നിയെ പോലെ വിരണ്ടു നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുള്ള ആ മതമന്തനായ തീറ്റ വിൽപ്പനക്കാരനോ അല്ലെങ്കിൽ അവന്റെ ഫോട്ടോഷോപ്പ് തൊഴിലാളിയുടെ സർഗാത്മക വിഷത്തിനോ ഒന്നും അപമാനിക്കാനോ നിന്ദിക്കാനോ കഴിയുന്നത്ര ചെറിയ കക്ഷിയല്ല എനിക്കറിയാവുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. ആ മതമന്തൻ മന്തി ഉണ്ടാക്കിയ കോഴിയെ സൃഷ്ടിച്ചതും പാകം ചെയ്യാനുള്ള അരിമണികൾ ഉണ്ടാക്കിയതും തീറ്റ വിൽപ്പനക്കാരനായിട്ടുള്ള ആ മതമന്തന്റെ മണ്ടയിൽ മണ്ടത്തരം വിതച്ചതും ഫോട്ടോഷോപ്പ് ഓപ്പറേറ്ററുടെ ബുദ്ധിയിൽ വകതിരിവില്ലായ്മ നിറച്ചതുമൊക്കെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെന്ന് ആർക്കു പറയാൻ പറ്റും? ഹൈന്ദവ ദൈവങ്ങളിൽ കൃഷ്ണനോളം കുസൃതികളും വിനോദ ലീലകളും കൊണ്ടു നടക്കുന്ന മറ്റൊരു ദൈവമുണ്ടോ? ഈ കൃഷ്ണ ഭഗവാൻ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ദൈവമല്ല. തന്റെ ഭക്തരെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ അദ്ദേഹം ഇതുപോലെ പല 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 രസികത്തരങ്ങളും കാണിക്കുമെന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോങ്ങനുള്ളത്. സ്വന്തം ചിത്രം വരപ്പിച്ചും ക്ഷേത്ര നടയിൽ തന്റെ ജന്മദിനത്തിന് കേക്ക് മുറിപ്പിച്ചും ഒരു താത്തക്കുട്ടിയെ കുരങ്ങ് കളിപ്പിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് രസിച്ച കൃഷ്ണ ഭഗവാന്റെ ആ നേരമ്പോക്ക് വെറും നേരമ്പോക്ക് മാത്രമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തീറ്റ കച്ചവടം നടത്തുന്ന മറ്റൊരു മതമന്തനെ കൊണ്ട് ലിംഗപ്പൂട പിഴുത് തുളസിത്തറയിൽ ഇടിപ്പിച്ചിട്ട് അത് CCTVയിലൂടെ മാലോകർക്ക് മുന്നിൽ ഭഗവാൻ വിളമ്പിയത് അദ്ദേഹത്തിന്റെ വിനോദ ലീലയുടെ ഭാഗം മാത്രമായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല? സർക്കാർ ആശുപത്രിയിൽ നിന്നും പുൽക്കൂടു പിഴുതെറിഞ്ഞ് മതേതരത്വം സംരക്ഷിച്ച മുസ്തഫ എന്ന തീവ്ര സമാധാനവാദിയെ ഓർമ്മയില്ലേ? മറന്നോ? മുസ്തഫയ്ക്ക് ആ ബുദ്ധി തോന്നിപ്പിച്ചത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആത്മമിത്രവും സഹദൈവവുമായിട്ടുള്ള സാക്ഷാൽ യേശുദേവൻ. വിശ്വാസം വരുന്നില്ല അല്ലേ? നിങ്ങളെന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങളെന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ പോങ്ങൻ പറഞ്ഞതാണ് സത്യം. പുൽക്കൂട് നശിപ്പിക്കുകയും തുളസിത്തറയിൽ ലിംഗപ്പൂട പിഴുതിടുകയും ഉണ്ണിക്കണ്ണന് കുഴിമന്തി വിളമ്പുകയും ചെയ്ത മതമന്തന്മാരുടെ മണ്ടയിൽ മതഭ്രാന്ത് പകർന്നത് ആരാണെന്നേ? ആരാണ്? സംശയം എന്താ? നമ്മുടെ ദൈവങ്ങൾ തന്നെ. ഒക്കെ നമ്മളുടെ ദൈവങ്ങളുടെ പണിയാണ്. ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു രസ്യൻ പ്രപഞ്ച സൃഷ്ടി നടത്തിക്കൊണ്ട് അവിടെ അതിബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യരെ അതിജീവിക്കാൻ വിട്ട ദൈവങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയൊന്നുമല്ല കേട്ടോ ഇത്തരം മതഭ്രാന്തന്മാർ. അങ്ങനെ ആരും വിചാരിക്കരുത്. കരുതിക്കൂട്ടി തന്നെയാണ് ദൈവം മനുഷ്യർക്കൊപ്പം മതഭ്രാന്തന്മാരെ കൂടി സൃഷ്ടിച്ചത്. നന്മ മാത്രം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാണോ ദൈവം തിന്മ കൂടി ഉൽപ്പാദിപ്പിച്ചിറക്കിയത്? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതല്ല, നന്മയുടെ മൂല്യം ഉയർത്താനാണ് ദൈവം തിന്മയെ സൃഷ്ടിച്ചത്. അതാണ് പോങ്ങന്റെ ഒരു വിചാരം. തിന്മ ഇല്ലായിരുന്നുവെങ്കിൽ നന്മയുടെ വില എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു? തിന്മയുള്ളത് കൊണ്ടാണ് നന്മയ്ക്ക് വിലയുണ്ടാവുന്നത്. അതുപോലെ ധർമ്മത്തിന്റെ പ്രസക്തി ബോധ്യപ്പെടുത്താനാണ് അധർമ്മത്തെ ദൈവം ഇവിടെ അവതരിപ്പിച്ചത്. തനി സുഡാപ്പികളായിട്ടുള്ള ഇക്കണ്ട മതഭ്രാന്തന്മാരെയൊക്കെ ദൈവം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ സനാതന ധർമ്മത്തിന്റെ മഹത്വവും അതുപോലെ തന്നെ ഈ ഹൈന്ദവരുടെ സഹിഷ്ണുതാശക്തിയുമൊക്കെ മനുഷ്യകുലം എങ്ങനെ മനസ്സിലാക്കിയെടുക്കുമായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. മതഭ്രാന്തന്മാർ വിഷുവിന്റെ മറവിൽ ഉണ്ണിക്കണ്ണന് കോഴിമന്തി വിളമ്പി കൃഷ്ണനിന്ദ നടത്തിയപ്പോൾ കേരളം ഓർത്തത് ആരെയാണ്? നമ്മുടെ ജോസഫ് മാഷിനെ അല്ലേ? പ്രവാചക നിന്ന നടത്താത്ത ജോസഫ് മാഷിനെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. പ്രവാചക നിന്ന നടത്താത്ത ജോസഫ് മാഷിനെ പ്രവാചക നിന്ന നടത്തി എന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ കയ്യും കാലും മതഗ്രന്ഥത്തിൽ നിർദ്ദേശിച്ച പ്രകാരം വെട്ടിയെടുത്തു അല്ലേ? പ്രവാചക നിന്ന നടത്തിയില്ല എന്ന് പോങ്ങൻ പറയാൻ കാരണം നമ്മുടെ ജോസഫ് മാഷ് തയ്യാറാക്കിയിട്ടുള്ള ആ ചോദ്യക്കടലാസിൽ കണ്ടിട്ടുള്ള മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അത് പോകന് വളരെ നന്നായിട്ടറിയാം. ജോസഫ് മാഷ് PT കുഞ്ഞു മുഹമ്മദിലെ മുഹമ്മദിനെയാണ് കേട്ടോ ആ ചോദ്യത്തിൽ ചേർത്തത്. അതായത് ആ ചോദ്യം തന്നെ വാസ്തവത്തിൽ PT കുഞ്ഞു മുഹമ്മദിൻ്റെയാണ്.
തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന കുഞ്ഞു മുഹമ്മദിന്റെ ലേഖനത്തെയാണ് ജോസഫ് മാഷ് ചോദ്യമുണ്ടാക്കാനെടുത്തത്. എന്നാൽ മാധ്യമം പത്രം അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വാർത്ത കൊടുത്തു. അതിനെ പ്രവാചക നിന്ദയാക്കി മാറ്റി. സ്വാഭാവികം. പിന്നാലെ പ്രവാചക നിന്ന ആരോപിച്ചുകൊണ്ട് ജോസഫ് മാഷിനെ മതഭ്രാന്തന്മാർ വെട്ടിക്കൂട്ടുകയും ചെയ്തു. ആ ജോസഫ് മാഷിന്റെ കൈവെട്ട് സംഭവത്തിൽ ആനന്ദിക്കുകയും പ്രവാചക നിന്നയിൽ ആത്മാർത്ഥമായി വിലപിക്കുകയും ചെയ്ത അതേ മതഭ്രാന്തന്മാരല്ലേ ഇപ്പോൾ ശ്രീകൃഷ്ണ നിന്ന നടത്തിക്കൊണ്ട് സമൂഹത്തിന് മുന്നിൽ വെറും മതമന്ദന്മാരായി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നതല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ മതമണ്ടന്മാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് നമ്മുടെ ദൈവങ്ങൾ തന്നെയാണ്. ക്ഷമിക്കണം, യഥാർത്ഥത്തിൽ ഉന്നമൊന്നേ ഉള്ളൂ, മനുഷ്യർക്ക് നിന്ദിക്കാൻ കഴിയുന്നത്ര പീറകളല്ല ദൈവങ്ങളെന്ന് ഭക്തരെ പഠിപ്പിക്കുക. സുടുക്കളെ പോലെ മതഭ്രാന്തന്മാരാവരുതെന്ന് ഹൈന്ദവരെ ബോധ്യപ്പെടുത്തുക. അക്രമത്തിലൂടെ അല്ലാതെ അവഗണനയിലൂടെ മതഭ്രാന്തന്മാർക്ക് മേൽ ആധിപത്യം നേടാൻ ഭക്തരെ പഠിപ്പിക്കുക. വാസ്തവത്തിൽ ഇതൊക്കെയാണ് മതമന്ദന്മാരായിട്ടുള്ള തീറ്റ വിൽപ്പനക്കാരിലൂടെ ഈ വിഷുനാളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഹൈന്ദവരെ പഠിപ്പിച്ചത്. ഉറപ്പായും നടന്നത് ശ്രീകൃഷ്ണ നിന്നയല്ല. ഈ കൃഷ്ണ ഭഗവാനെ നിന്ദിക്കാനുള്ള വലിപ്പം ഒരൊറ്റ സുടുക്കുണ്ടനുമില്ല എന്നുള്ള കാര്യം കൃഷ്ണഭക്തർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് ഉള്ളു വേദനിക്കുക. സാധാരണ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ജോസഫ് മാഷിന് പോലും നിന്ദിക്കാൻ കഴിയുന്നത്ര ഔന്നത്യമേ തങ്ങളുടെ പ്രവാചകന് ഉള്ളൂ എന്ന് സുഡാപ്പികൾ വിചാരിക്കുന്നതല്ലേ സത്യത്തിൽ ഏറ്റവും വലിയ പ്രവാചക നിന്ന? ശരിക്കും അതല്ലേ പ്രവാചക നിന്ന? ഒരു മനുഷ്യന് പ്രവാചകനെ നിന്ദിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന വിചാരം, ചിന്ത, അതല്ലേ പ്രവാചക നിന്ന? അതിനാൽ ആലോചന കൊണ്ടുപോലും ഒരൊറ്റ ഹിന്ദുവും ഹൈന്ദവ സുഡാപ്പികളാവരുത് എന്നാണ് ഹൈന്ദവ ദൈവങ്ങളുടെ ആഗ്രഹം. ഒരിക്കലും ഇത് ദൈവനിന്ദയായിട്ട് ഹിന്ദുക്കൾ കാണരുത്. ഹിന്ദു ദൈവങ്ങളുടെ കാര്യം പറയാൻ നീ ആരാടാ പോങ്ങ എന്ന് എന്നോട് ആരും ചോദിക്കാൻ വരരുത് കേട്ടോ. കാരണം ഞാൻ ദൈവങ്ങളുടെ ആന്റണി പെരുമ്പാവൂരാണ്. ദൈവങ്ങളുടെ ആന്റണി പെരുമ്പാവൂർ. സാക്ഷാൽ മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അറിയാവുന്നതിലും അധികമായി ആന്റണി പെരുമ്പാവൂരിന് അടുത്തറിയാം മോഹൻലാലിനെ, അല്ലേ? അതാണ് സത്യം. എന്ന് പറഞ്ഞതുപോലെ ദൈവങ്ങളെ ആത്മീയ നേതാക്കന്മാർക്കും പുരോഹിതർക്കും ഭക്തർക്കും ഒക്കെ അറിയാവുന്നതിലും അധികമായി ഈ പോങ്ങൻ അടുത്തറിയാം. കാരണം ഈ പോങ്ങൻ ദൈവങ്ങളുടെ ആന്റണി പെരുമ്പാവൂരാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇത് നിങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിച്ചത് തന്നെയാണ്. അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രാധാന്യത്തെ പറ്റിയുള്ള പാഠം, അതിജീവന ബുദ്ധി നേടിയെടുക്കേണ്ടതിന്റെ പാഠം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പഴയകാല കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ചായക്കടകളെ? ഓർമ്മയുണ്ടോ? പുട്ടും കടലയും അപ്പവും മുട്ടക്കറിയും ദോശയും ഇറച്ചിക്കറിയും ഒക്കെ വിറ്റിരുന്ന കൊച്ചു 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 ചായക്കടകൾ ഓർമ്മയിലുണ്ടോ? ഗണപതിയും കർത്താവും മോസ്കും ഒത്തൊരുമയോടുകൂടി ചായക്കടയുടെ ഭിത്തിയിൽ പടമായിട്ടിരിപ്പുണ്ടാവും. അതിനു മുന്നിൽ ഒരു ചായ ഗ്ലാസ് വെച്ചിരിക്കും. 3 മതങ്ങളിലുമായി ദൈവജോലി ചെയ്യുന്നവർക്ക് ഒരുമയോടുകൂടി കുടിക്കാനാണ് ആ ഒരു ഗ്ലാസ് ചായ. അത്രയും ശുദ്ധമായ മതേതര ഭാവം നിറഞ്ഞിരുന്നവയായിരുന്നു പുരാതന കേരളത്തിലെ ചായക്കടകൾ, അല്ലേ? കഴിക്കുന്നവരുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അന്നമുണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യുന്നവരായിരുന്നു അക്കാലത്ത് ഭക്ഷണശാലകൾ നടത്തിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണത് നശിച്ചു പോയത്? ആരാണ് അതിനെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞത്? ഇന്ന് കേരളത്തിലെമ്പാടും മലബാർ കടികളും ചായകളുമാണ് കിട്ടുന്നത്. സാമ്പ്രദായിക കടി ഇനങ്ങൾ ഒന്നും തന്നെ കിട്ടാനില്ല. പഴയകാല ചായക്കടകൾ കാണാനേയില്ല. അവയൊക്കെ എങ്ങനെയാണ് ഇല്ലാതായി പോയതെന്ന് ആർത്തിയോടെ ഇറച്ചിപ്പെട്ടിയും മുട്ടപ്പപ്സും പത്തിരിയും ബീഫ് കട്ട്ലറ്റും ഒക്കെ തിന്ന് ചായ കുടിക്കുന്ന, അല്ലെങ്കിൽ കുഴിമന്തിയും ബിരിയാണിയും തട്ടി കുംഭ പെരുപ്പിക്കുന്ന ഹിന്ദുക്കൾ തീർച്ചയായിട്ടും ഒന്ന് ഓർക്കണം. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 5 മന്തിക്കടകൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്ന്. ഇവയെല്ലാം വിജയിപ്പിക്കാനായി ഹൈന്ദവന്മാർ അഹോരാത്രം പല്ലുകൾക്ക് തേയ്മാനം വരുത്തുകയാണെന്നുള്ളതല്ലേ സത്യം? അത് മറക്കരുത്. സ്വമതസ്ഥരുടെ ഭോജനശേഷിയെ മാത്രം ആശ്രയിച്ചല്ല ഹലാൽ സമ്പ്രദായത്തിൽ പ്രവർത്തിപ്പിക്കുന്ന തീറ്റക്കടകൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഓർക്കണം. പുരാതന കേരളത്തിലെ ചായക്കടക്കാർ അന്നത്തിൽ മായവും മതവും കലർത്തിയിരുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ തീർച്ചയായിട്ടും മറന്നുപോകരുത്. എന്നാൽ മായവും മതവും മതത്തുപ്പലും വരെ കലർന്നതും മതശാസന പ്രകാരം പാകം ചെയ്തതുമായിട്ടുള്ള ഭക്ഷണം കാശു മുടക്കി കഴിച്ച് ആമാശയം നിറയ്ക്കുന്ന ഹൈന്ദവരാണ് ഇത്തരം മതമന്ദന്മാർക്ക് കൃഷ്ണനിന്ദ നിറഞ്ഞ വിഷുവാശംസ നൽകാനുള്ള ഊർജം പകർന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന് മടിക്കേണ്ട കാര്യമുണ്ടോ? ഭയക്കേണ്ട കാര്യമുണ്ടോ? സത്യമല്ലേ അത്? അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ദുഃഖിക്കാനോ അപമാനിതരാവാനോ ഉള്ള അർഹതയില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ പോകാനുള്ളത്. അമർഷം കൊള്ളാനുള്ള യോഗ്യത പോലും ഹിന്ദുക്കൾക്കില്ല എന്നുള്ളതല്ലേ സത്യം? മതഭ്രാന്തന്മാരായിട്ടുള്ള ഇത്തരം തീറ്റ വിൽപ്പനക്കാർക്ക് നേരെ ആമാശയം കൊട്ടിയടയ്ക്കാനുള്ള കരുത്താണ് ഹിന്ദുക്കൾ ആദ്യം നേടിയെടുക്കേണ്ടത്. ആത്മാഭിമാനവും അന്തസ്സും തൻ്റെ ഇടവുമുള്ള ഒരൊറ്റ ഹൈന്ദവനും ഇമാതിരി മതഭ്രാന്തന്മാരുടെ തീറ്റക്കടയിൽ ചെന്ന് ഇനി തിന്നരുത്. 5 പൈസ സ്വന്തം കീശയിൽ നിന്ന് കൊടുക്കരുത്.
ഹലാൽ എന്നത് തീർത്തും മതമുദ്രയാണ്, അല്ലാതെ അത് മതേതര മുദ്രയല്ല, അതല്ലെങ്കിൽ അത് മതസൗഹാർദ്ദ മുദ്രയല്ല. അതുകൊണ്ട് തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ കയറി തിന്നില്ല എന്ന് പറയുന്ന നിർബന്ധം ഓരോ മനുഷ്യനും ഉണ്ടാവണം. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഓരോ മനുഷ്യനും ഉണ്ടാവണം. മതബാധ തീണ്ടാത്ത സകല മനുഷ്യരും അത് തീരുമാനിക്കണം. അതുപോലെ ആമാശയത്തിൻ്റെ ആർത്തിയേക്കാളും നാവിൻ്റെ കൊതിയേക്കാളും ഒക്കെ വിലയുണ്ട് ആത്മാഭിമാനത്തിനെന്ന് ഓരോ ഹൈന്ദവനും വിചാരിക്കുകയും വേണം കേട്ടോ. അതും വേണം. മതഭ്രാന്തന്മാരുടെ തീറ്റക്കടയിലേക്ക് ഉറപ്പായും ഇനി ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന പോകേണ്ട ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പാൻറിട്ട പന്നിയെ പോലെ രണ്ടു കാലിൽ നിന്ന് മാപ്പ് പറഞ്ഞിട്ടുള്ള ആ മതമന്ദിനെയും അത്തരം സകലമാന തീറ്റ വിൽപ്പനക്കാരെയും തീർച്ചയായിട്ടും അവഗണിച്ച് അവശരാക്കണം. ആ വിഷപ്പരസ്യം തീർച്ചയായിട്ടും അബദ്ധമല്ല കേട്ടോ, അറിഞ്ഞുകൊണ്ടുള്ള ആക്ഷേപിക്കലാണ്. പോങ്ങനും കുറേ കാലം ഈ ജോലി ചെയ്തിട്ടുള്ളവനാണ്. ഒരിക്കലും ക്ലയൻ്റ് അറിയാതെ ഒരു ഡിസൈനർക്കും അങ്ങനെ ഒരു സാധനം പുറത്തേക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കരുതിക്കുട്ടി ബോധപൂർവം തന്നെ അവർ അത് ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് അവഗണനയാണ് അതിനുള്ള ഫലപ്രദമായിട്ടുള്ള മരുന്നെന്നാണ് പോങ്ങൻ്റെ ഒരു വിചാരം. അതുപോലെ ബഹിഷ്കരണമാണ് അതിനോടുള്ള ഏറ്റവും മികച്ച പ്രതികരണമെന്നും ഞാൻ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഷുവിന് ഹൈന്ദവരെ പഠിപ്പിച്ച വളരെ വിലപ്പെട്ട പാഠമാണത്. സാധിക്കുമെങ്കിൽ എന്നെ വിശ്വസിക്കുക. കാരണം ഞാൻ ദൈവങ്ങളുടെ ആന്റണി പെരുമ്പാവൂരാണ്. സത്യമായിട്ടും ഈ മതഭ്രാന്തന്മാരുടെ തീറ്റക്കടകൾ ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണം. ബഹിഷ്കരിക്കുമോ? എങ്കിൽ നല്ലതേ വരൂ. കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. ഈശ്വര, ഒന്നും സംഭവിക്കരുതേ. കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ ആവാം അല്ലേ. ഇപ്പം തന്നെ സമയം ഒരുപാട് പറഞ്ഞു അല്ലേ. സന്തോഷം. നമുക്ക് അടുത്ത സംസാരത്തിലൂടെ വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ്സുള്ളവർ തീർച്ചയായിട്ടും അത് ചെയ്യണം. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സാഹചര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കൂടി ഒന്ന് ചെയ്യണം. അതൊരു സഹകരണമാണ്, സഹായമാണ്. സന്തോഷം. തീർച്ചയായിട്ടും നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം.